ഇനിയുള്ളത് മലപ്പുറത്ത് നിന്ന് സമീർ ബിൻ കരീമാണ്. മലപ്പുറത്ത് പുതുവത്സരം എന്ന് പറയുമ്പോൾ പൊതുവെ ആഘോഷത്തിമിർപ്പായിരിക്കും. ആ ആഘോഷത്തിൽ ചിലപ്പോൾ അപകടങ്ങളും അപായങ്ങളും ഒക്കെ ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയിലാണ് സംസ്ഥാനത്തെ പോലീസ്. പല നിയന്ത്രണങ്ങളും കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇവിടെ ഒരു നിയന്ത്രണം പിൻവലിച്ചതിനെ കുറിച്ചുള്ള വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. റിസോർട്ടുകളിൽ DJ പാർട്ടികൾക്കും ക്യാമ്പ് ഫയറുകൾക്കും വിലക്കുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഹോട്ടലുകളും കൂൾബാറുകളും രാത്രി 8 മണിക്ക് അടയ്ക്കാനും ഒരു നിർദ്ദേശം മലപ്പുറം അരീക്കോട് പോലീസ് നൽകിയിരുന്നു. പക്ഷേ ഈ നിർദ്ദേശം ഇപ്പോൾ പിൻവലിച്ചിരിക്കുകയാണ്. ആ വിശദാംശങ്ങളാണ് സമീർ ബിൻ കരീം പങ്കുവയ്ക്കുന്നത്. സമീർ, ഇത്തരത്തിൽ ഒരു നിയന്ത്രണം വരുന്നു, ആ നിയന്ത്രണം ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നു. ഈ പിൻവലിക്കാനുള്ള കാരണം എന്താണ്? ഏത് രീതിയിലാണ് പുതുവത്സരത്തെ വരവേൽക്കാൻ അവിടെ ആളുകൾ ഒരുങ്ങുന്നത്? ക്രിസ്റ്റീന, അരീക്കോട് പോലീസിന്റെ ഉത്തരവ് വിവാദമായതോടെയാണ് അത് പിൻവലിക്കാൻ ഒരു സാഹചര്യം ഒരുങ്ങിയത് എന്നുള്ളതാണ്. പ്രധാനമായും ഈ അരീക്കോട് പോലീസ് ഇറക്കിയ ഉത്തരവിൽ പറഞ്ഞിരുന്നത് 8 മണിയോടുകൂടി ഹോട്ടലുകളും ഒപ്പം തന്നെ കൂൾബാറുകളും അടക്കണം. അതോടൊപ്പം 8 മണിയോടുകൂടി ടെറഫ് ഗ്രൗണ്ടുകൾ അടക്കണം. പിന്നീട് 8 മണിക്ക് റിസോർട്ടുകളിൽ ഒരു DJ പാർട്ടിയോ അല്ലെങ്കിൽ ക്യാമ്പ് ഫയർ പോലും അനുവദിക്കില്ല. ഒപ്പം 8 മണിക്ക് ശേഷം റിസോർട്ടുകളിലേക്ക് ആരെയും പുതുതായി അനുവദിക്കാൻ പാടില്ല തുടങ്ങിയ നിർദ്ദേശങ്ങളായിരുന്നു അരീക്കോട് പോലീസ് നടത്തിയത്. ഒപ്പം തന്നെ പടക്കം ഉൾപ്പെടെയുള്ള കടകൾ വിൽക്കുന്ന കടകൾ 5 മണിയോട് കൂടി മടക്കണം. ഇങ്ങനെ കർശന നിയന്ത്രണമായിരുന്നു അരീക്കോട് പോലീസ് ഏർപ്പെടുത്തിക്കൊണ്ടൊരു ഉത്തരവിറക്കിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അരീക്കോട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വലിയ ആഘോഷങ്ങൾ നടക്കുന്ന ഇടമോ അല്ലെങ്കിൽ വലിയ റിസോർട്ടുകളോ സ്റ്റാർ ഹോട്ടലുകളോ DJ പാർട്ടികൾ നടക്കുന്ന ഇടങ്ങളോ ഇല്ല. പിന്നീട് എന്തുകൊണ്ട് ഇത്തരമൊരു ഉത്തരവ് ഇറക്കി എന്നുള്ളത് വലിയൊരു വിമർശനത്തിനും ഇടയാക്കുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ജില്ലാ പോലീസ് മേധാവി വിഷയത്തിൽ ഇടപെടുകയും ഉത്തരവ് ഉടൻ തന്നെ പിൻവലിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് അരീക്കോട് പോലീസ് നിലവിൽ ഉത്തരവ് പിൻവലിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മലപ്പുറം ജില്ലയിൽ ഇതുമായി ബന്ധപ്പെട്ട് ന്യൂ ഇയർ ആഘോഷങ്ങൾക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. വലിയ ആഘോഷ ഇടങ്ങൾ മലപ്പുറത്തില്ലെങ്കിൽ പോലും ചെറിയ റിസോർട്ടുകൾ കേന്ദ്രീകരിച്ചുമൊക്കെയുള്ള ചെറിയ ആഘോഷങ്ങളായിരിക്കും മലപ്പുറം ജില്ലയിൽ നടക്കുക എന്നുള്ളതാണ് നമുക്ക് ഇവിടെ നിന്നും പങ്കുവെക്കാൻ കഴിയുന്നത്. അതോടുകൂടി തന്നെ പോലീസും വലിയ ജാഗ്രതയിലാണ്. 1500ഓളം പോലീസുകാരാണ് ജില്ലയിൽ യൂണിഫോമിലും അല്ലാതെയുമായി ഈ സുരക്ഷ ഒരുക്കാനായി ഒരുങ്ങിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ 6 DYSPയുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളും മലപ്പുറം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. ക്രിസ്റ്റീന.